ഹലോ ഗൈസ്, ലൈഫ് അപ്ഡേറ്റ്സിന്റെ 83 ദിവസത്തിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വർക്ക് ചെയ്യാനിരുന്നു. ഇത് ഇന്ന് തന്നെ കൊടുക്കണം. നാളെയാണ് എൻഗേജ്മെന്റ്. ക്ലയന്റ് ആണെങ്കിൽ സൂപ്പർ കൂൾ. എങ്ങനെ എഴുതണം, ഏത് കളർ വേണം, ഏത് ഫോണ്ടിൽ എഴുതണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വിട്ടുവന്നിരിക്കുകയാണ്. ആകെയുള്ള ഡിമാൻഡ് പേര് കൂടാതെ എൻഗേജ്മെന്റ് ഡേറ്റും പിന്നെ ഒരു കുഞ്ഞു താമരയും വേണമെന്ന് മാത്രമായിരുന്നു. നമ്മളൊരു പച്ച ഷെയ്ഡ് വെച്ചിട്ടാണ് പേരും ഡേറ്റും എല്ലാം ചെയ്തത്. മൾട്ടിവുഡിന്റെ മുകളിൽ പേപ്പർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മുണ്ട് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. വളരെ ശ്രദ്ധയോട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പണി പാളും. അണ്ണൻ എപ്പോഴും പറയാറുള്ള പോലെ എഴുത്താണ് വരയേക്കാൾ പാട്. മീറ്റ് അവർ ലൂണ. ആള് പ്രഗ്നന്റ് ആണ്. ഡെലിവറി ടൈം അടുത്തിരിക്കുന്നതിന്റെ ഉന്മേഷകരമാണ് ആളുടെ മുഖത്ത്. അങ്ങനെ ഉച്ചയാകാറായപ്പോൾ ഫസ്റ്റ് കോട്ട് എഴുതി കഴിഞ്ഞു. ഇനി ഇതൊന്ന് കുറച്ച് നേരം ഉണങ്ങണം, എന്നിട്ട് വേണം ബാക്കി പരിപാടി ചെയ്യാൻ. പിന്നെ മുണ്ടുകൊണ്ട് അഴയിലിട്ടിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു. സംഭവം ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കോട്ട് പിടിച്ച് ഡേറ്റ് എഴുതി താമരയും വരച്ച് ഉണക്കാനിട്ടിട്ട് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് വന്നപ്പോൾ എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് വർക്കും കൊണ്ടുപോയി കൊടുത്തിട്ട് സന്ധ്യ കഴിഞ്ഞപ്പോൾ വല്യച്ഛന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് ഇറങ്ങി. അവിടെ കളമെഴുത്തും പാട്ടുമാണ്. സംഭവം സ്പിരിച്വൽ ആണെങ്കിലും ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് കളേഴ്സ് ആൻഡ് മ്യൂസിക്. സോ അണ്ണൻ അതിനെ കലയുടെ വീക്ഷണകോണിലൂടെ നോക്കി കാണാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ കണ്ടൻസ് ഒന്നും കാണിക്കാനും താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇവനാണ് ഇവിടുത്തെ മെയിൻ ആള്. ഹീസ് എ ഗുഡ് സിംഗർ. ഫോക്ക് ഇന്ത്യ നാടൻപാട്ട് ടീമിലെ പ്രധാന പാട്ടുകാരനാണ് സനൂപ് പള്ളിപ്പുറം. നാളെ രാവിലത്തെ കളത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇവിടുത്തെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ ഇവനെ കൊണ്ടൊരു പാട്ടും പഠിച്ചിട്ട് വീട്ടിലേക്ക് പോയി. ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ. കണ്ണാടി മുന്നിഞ്ചു പാർത്തുകൊണ്ടേ ഒരു നാടകം ഒത്തികകൾ ചെയ്ത് എതിർപ്പാത്തിരുந்தே